Dear students, now we are starting second module. First about highway geometrics. അതിനകത്ത് വരുന്നത് ഫസ്റ്റ് തന്നെ ഒരു ഫിഗറാണ്. ഇത് റോഡിൻ്റെ ക്രോസ് സെക്ഷനാണ്. അതിനകത്ത് ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, സബ് ബേസ് ഉണ്ട്. ഇത് ഫൗണ്ടേഷനാണ്. ബേസ് കോഴ്സ്, അതിൻ്റെ ഏറ്റവും മുകളിൽ വിയറിംഗ് കോഴ്സ്. അല്ലേ? സബ് ഗ്രേഡ്, ഫൗണ്ടേഷൻ, ഏറ്റവും മുകളിൽ വിയറിംഗ് കോഴ്സ്, അതിനെ നടുവിലായിട്ട് സബ് ബേസ്. സബ് ഗ്രേഡ് ഇറ്റ് ഈസ് ദി ടോപ്പ് ഓഫ് ദി ഗ്രൗണ്ട് ഓർ ഫോർമേഷൻ ഓൺ വിച്ച് റോഡ് റെസ്റ്റ്. അല്ലേ? അതാണ് സബ് ബേസ് അല്ലെങ്കിൽ സബ് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ. ഷുഡ് ഹാവ് എഫിഷ്യൻറ്റ് സ്ട്രെങ്ത്, ഗുഡ് ഡ്രെയിനേജ്, ഈസ് ഓഫ് കോമ്പാക്ഷൻ ആൻഡ് ease of compaction and permanent of compaction and strength. Permanency of compaction. Functions are to support the road structure, to form a bed for the road at designed level. Yeah. ഫങ്ഷന് റോഡ് ഇതാണ്. സബ് ഗ്രേഡ് ഉദ്ദേശിച്ച് ഏറ്റവും താഴെ കാണുന്ന മണ്ണ്. ഇറ്റ് ഈസ് ടോപ്പ് ഓഫ് ദി ഗ്രൗണ്ട്. അല്ലേ? ഷുഡ് ഹാവ് സഫിഷ്യൻറ്റ് സ്ട്രെങ്ത്, ഗുഡ് ഡ്രൈനേജ് ഒക്കെ വേണം. ഈസ് ഓഫ് കോമ്പാക്ഷൻ ആയി നല്ല കോമ്പാക്ട് ചെയ്യാൻ പറ്റണം, ഈസി ആയിട്ട് കോമ്പാക്ട് ചെയ്യാൻ പറ്റണം. അല്ലേ? കോമ്പാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇടിക്കുക, മറ്റേ മുട്ടി യൂസ്. ഇതിൻ്റെ ഫങ്ഷൻസ്: സപ്പോർട്ട് റോഡ് ടു support road structure, to form a bed for the road at the designed level. Designed level support road structure to form for the road at the designed level. To form a bed for the road at the designed level. ഈ സബ് ബേസ് കോഴ്സ് അതിൻ്റെ മുകളിലുള്ള it is a layer cheap material placed between the base course and subgrade. ഏറ്റവും താഴെ അതിൻ്റെ രണ്ടാമത്തെ ലെയറാണ് സബ് ബേസ് കോഴ്സ്. It is formed by form of locally available cheap material like sand, gravel, rubble, ashes or stabilized soil. Stabilized soil, locally available ആയ മെറ്റീരിയൽ ഉണ്ട്. സാൻഡ്, ഗ്രാവൽ, റബിൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടുള്ളതാണ് സബ് ബേസ് ഉണ്ടാക്കുന്നത്. ആഷസ്, സ്റ്റെബിലൈസ്ഡ് സോയിൽ അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ചെയ്ത സോയിൽ വെച്ചിട്ട്. അതായത് പറയുന്നത് ഇത് ഈ രണ്ടാമത്തെ ലെയറാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പേര് സബ് ബേസ് കോഴ്സ്. സബ് ബേസ് കോഴ്സ് ഇതാണ് സബ് ബേസ് കോഴ്സ്. ഇതാണ് സബ് ബേസ് കോഴ്സ്. If the subgrade and its drainage are good,
it may be omitted. നമ്മുടെ ഏറ്റവും താഴത്തെ ലെയർ ഗുഡ് ആണെങ്കിൽ ഈ ലെയറിൻ്റെ ആവശ്യമില്ല. ഡ്രെയിനേജ് ഗുഡ്, ഇറ്റ് മേ ബി ഒമിറ്റഡ്. അങ്ങനെ ആകുമ്പോൾ ഈ കോഴ്സിൻ്റെ ആവശ്യമില്ല, ഇതിങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല കൊടുത്തു. ഇതിൻ്റെ ഫങ്ഷൻസ് ടു പ്രൊട്ടക്റ്റ് ദി സബ്ഗ്രേഡ്, ഏറ്റവും താഴെയുള്ള ലെയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ടു റെഡ്യൂസ് ദി ഇൻറ്റൻസിറ്റി ഓഫ് റോഡ് ഓൺ ദി സബ്ഗ്രേഡ്. ടു ഇംപ്രൂവ് ഡ്രെയിനേജ് ഇംപ്രൂവ് ചെയ്യാനുള്ളതിൻ്റെ വേറൊരു ഫങ്ഷൻ. To prevent the base and wearing goes from being affected by the poor qualities of subgrade such as swelling, shrinkage, settlement. ഇങ്ങനത്തെ സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാകുന്നതിന്, shrinkage അങ്ങനത്തെ ഒക്കെ ഇത് ഏറ്റവും താഴെ ലെയർ എന്ന് പറഞ്ഞാൽ സബ്ഗ്രേഡ് അല്ലെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതിന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചിട്ട് ഈ ഗ്രാവലും സ്റ്റോൺസും സാൻഡൊക്കെ വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളതാണ്. ടു പെർമിറ്റ് ബിൽഡിംഗ് ഓഫ് ആൾട്ടർനേറ്റീവ്ലി തിക്ക് പേയ്മെൻറ്റ് അറ്റ് എ ലോ കോസ്റ്റ് ഇൻ ദി കേസ് ഓഫ് ഫ്ലെക്സിബിൾ പേയ്മെൻറ്റ്. ടു പെർമിറ്റ് വേറൊരു ഫങ്ഷൻ to permit the building of relatively thick pavement building at a low cost in case of flexible pavement. Flexible pavement and thick pavement എന്നൊക്കെ പറഞ്ഞ ഇതുണ്ട് ബിൽഡിങ്ങിന്. അത് to permit the building of relatively thick pavement at a low costൽ അത് thick pavement പെർമിറ്റ് ചെയ്യുക in the case of flexible pavements. To permit the building of relatively thick pavement at a low cost. ഫ്ലെക്സിബിൾ പേയ്മെൻറ്റിന് റിലേറ്റീവ്ലി തിക്ക് പേയ്മെൻറ്റ് പെർമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഫങ്ഷൻ. ഈ ബേസ് കോസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസ് ദ ലെയർ ബിലോ ദി വിയറിംഗ് കോസിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറാണ് ബേസ് കോസ്. ഏറ്റവും മുകളിൽ നിന്ന് രണ്ടാമത്തെ ലെയറാണ് ബേസ് കോസ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ പാർട്ട് ഓഫ് ദി റോഡ്. ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചർ പാർട്ടാണ് റോഡിൻ്റെ. ഇതാണ് ബേസിക് കോസ്. വിയറിംഗ് കോസിൻ്റെ, അതായത് വണ്ടി പോകുന്ന ലെയറിൻ്റെ തൊട്ട് താഴെയുള്ള ലെയറാണ് ബേസ് കോസ്. ഇറ്റ് ഷുഡ് ബി സ്ട്രോങ് ഇനഫ് ടു വിയർ ദി ലോഡ്സ് ഓഫ് ദി ട്രാഫിക്. അതാണ് നല്ല സ്ട്രോങ് ആയിരിക്കണം അതിലൂടെ പോകുന്ന ട്രാഫിക്കിൻ്റെ ലോഡ് എടുക്കാൻ. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ഗുഡ് മെറ്റീരിയൽ ലൈക്ക് ബ്രോക്കൺ സ്റ്റോൺ, വെൽ കോമ്പാക്റ്റഡ്. ബ്രോക്കൺ സ്റ്റോൺ യൂസ് ചെയ്തൊക്കെ ഉണ്ടാക്കുന്നത്, എന്നിട്ട് കോമ്പാക്റ്റ് ചെയ്യും, അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഫങ്ഷൻസ് ആർ ടു ബിയർ ദി ലോഡ്സ് ഓഫ് ദി ട്രാഫിക്, അല്ലേ? ടു ബിയർ ദി ലോഡ്സ് ഓഫ് ദി ട്രാഫിക്. Functions to bear the loads of the traffic. It support the wearing cause and prevent distortion in it. Wearing cause-നെ സപ്പോർട്ട് ചെയ്യുക, അത് ക്രാക്ക് ചെയ്യാണ്ട് നോക്കുക. To reduce the intensity of loading on the subbase and subgrade. To reduce the intensity of loading on the subbase and subgrade. സബ്ഗ്രേഡിലും സബ്ബേസിലും ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറക്കുക എന്നുള്ളതാണ്. ടു ഇൻക്രീസ് ദി സ്ട്രക്ചറൽ സ്ട്രെങ്ത് ഓഫ് ദി റോഡ്. റോഡിൻ്റെ സ്ട്രക്ചറിന് നല്ല സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു ഇതാണിത്. ഇതിൻ്റെ പേര് ബേസ് കോസ്. ടു പ്രിവെൻറ്റ് വോളിയം ചേഞ്ചസ് ഇൻ ദി പോർ സബ്ഗ്രേഡ്. സബ്ഗ്രേഡ് ലേശം പോറാണ്, അതിനവിടെ വോളിയം ചേഞ്ചസ് കുറക്കുക. ടു പ്രിവെൻറ്റ് കുറക്കുക. ടു റെഡ്യൂസ് ദി തിക്നെസ് ഓഫ് വിയറിംഗ് കോസ്. ഇതുള്ളതുകൊണ്ട് വിയറിംഗ് കോസ് നമുക്ക് ചേർത്തിട്ടാൽ മതി. അത് ഇത്തിരി കൂടി കോസ്റ്റ്ലി ആണ്, അപ്പോൾ നമുക്ക് ഒരു എക്കണോമി കിട്ടും. ഇനി വിയറിംഗ് കോസ് ഏറ്റവും ടോപ്പ് ലെയർ. ഇറ്റ് ഈസ് ദ ടോപ്പ് മോസ്റ്റ് ലെയർ ഓഫ് എ റോഡ് വിച്ച് ഈസ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ട്രാഫിക്. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് ട്രാഫിക്കുള്ള കോസാണ്. ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് വിത്ത്സ്റ്റാൻഡിങ് വിയറിംഗ് എഫക്ട്സ് ഓഫ് ദി ട്രാഫിക് ആൻഡ് ആൾസോ ഇംപെർവിയസ്. വെള്ളം കടത്തി വിടരുത്, വെള്ളം കടത്തി വിട്ടാൽ റോഡ് ചീത്തയാവും. പിന്നെ ഇറ്റ് ഷുഡ് ബി കേപ്പബിൾ ഓഫ് വിത്ത്സ്റ്റാൻഡിങ് വിയറിംഗ് എഫക്റ്റ്. തേയ്മാനം സംഭവിക്കാൻ പാടില്ല.
അത് അതിലാണ് നമ്മൾ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുക, ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഫങ്ഷൻസ് ആർ ടു പ്രിവെൻറ്റ് എ സ്മൂത്ത് സർഫസ് ഫോർ ദി ട്രാഫിക്. വിയറിംഗ് കോസ് പറഞ്ഞാൽ സ്മൂത്തായ ബ്രേക്ക് കിട്ടില്ല, അത് പ്രൊവൈഡ് ഐ മീൻ അങ്ങനെ സ്മൂത്ത് ആകാൻ പാടില്ല. അതാണ് അതിന് ചെറിയ ചെറിയ അണ്ടുലേഷൻസ് ഉള്ളത്. നമ്മൾ ചെറിയ ഈ 6 mm അഗ്രിഗേറ്റ് അതിൽ യൂസ് ചെയ്യുന്നത് ടു പ്രിവെൻറ്റ് എ സ്മൂത്ത് സർഫസ് ഫോർ ദി ട്രാഫിക്. സ്മൂത്ത് ആവണം, അല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാനുള്ള ഒരു ഇത് വേണം. പക്ഷേങ്കിൽ അങ്ങനെ ഒരു വലിയ അണ്ടുലേഷൻസ് പാടില്ല. ടു ഡ്രെയിൻ അവേ റെയിൻ വാട്ടർ. റെയിൻ വാട്ടറൊക്കെ രണ്ട് സൈഡിലേക്കായിട്ട് ഡ്രെയിൻ അവേ ചെയ്യാൻ പറ്റണം. പ്രിവെൻറ്റ് പെർക്കുലേഷൻ ഓഫ് വാട്ടർ. താഴേക്ക് നേരെ താഴേക്ക് റോഡിന് നേരെ താഴേക്ക് വെർട്ടിക്കലായിട്ട് വെള്ളം ഇറങ്ങാൻ സമ്മതിക്കാൻ പാടില്ല. ടു ഗീവ് സ്ട്രെങ്ത് ഓഫ് റോഡ് സ്ട്രക്ചർ. റോഡ് സ്ട്രക്ചറിന് സ്ട്രെങ്ത് നൽകുന്നുണ്ട്. ടു ആക്ട് ആസ് എ കുഷ്യൻ ബിറ്റ്വീൻ വീൽസ് ആൻഡ് ബേസ്. അല്ലേ, ഒരു കുഷ്യനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. റബ്ബറൈസ് റോഡ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള. ഹൈവേ വിഡ്ത്ത്, അല്ലെങ്കിൽ അടുത്ത ടോപ്പിക് ഹൈവേ വിഡ്ത്ത് ഓർ വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ്. വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ് ഓഫ് കാരേജ് വേ ഡിപ്പെൻഡ്സ് ഓൺ ദി വിഡ്ത്ത് ഓഫ് ട്രാഫിക് ലൈൻ ആൻഡ് നമ്പർ ഓഫ് ലൈൻ. അത് ഒരു ഡിസൈൻ ഫാക്ടറാണ്. വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ കാരേജ് വേനെ ഡിപ്പെൻഡ് ചെയ്യണത്. അത് വണ്ടി പോകണ അതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. വിഡ്ത്ത് ഓഫ് ട്രാഫിക് ലൈൻ ആൻഡ് നമ്പർ ഓഫ് ലൈൻ, എത്ര ലൈൻ ഉണ്ടെന്നതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരേജ് വേ ഇൻറ്റൻഡഡ് ഫോർ വൺ ലൈൻ ഓഫ് ട്രാഫിക് മൂവ്മെൻറ്റ് called line of traffic movement called line. The line width is determined on the basis of width of vehicles and minimum side clearance secured. വെഹിക്കിളിൻ്റെ വിഡ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യണേ ലൈൻ വിഡ്ത്ത്, ആൻഡ് മിനിമം സൈഡ് ക്ലിയറൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം. ഫോർ വെഹിക്കിൾസ് ഓഫ് 2.44 meter മാക്സിമം വിഡ്ത്ത് ഓൺ ലൈൻ വിഡ്ത്ത് ഈസ് 3.8 meter ഈ കൺസിഡേർഡ്. 2.44 meter മാക്സിമം വിഡ്ത്തുള്ള വെഹിക്കിൾസിനാണെങ്കിൽ 3.8 meter ഈസ് കൺസിഡേർഡ് കേട്ടോ. ഹൈവേ വിഡ്ത്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് പേയ്മെൻറ്റ്. 2.44 meter ഉള്ള വണ്ടിയാണെങ്കിൽ 3.8 ഈസ് കൺസിഡേർഡ്. ഫോർ payments having 2 or more lines width of 3.5 meter per line is considered sufficient. For payments having 2 or more lines ഉള്ള payments ആണെങ്കിൽ width of 3.5 meter per line is considered sufficient. അല്ലേ, രണ്ട് ലൈനുള്ളതാണ് 3.5 meter per line ഈസ് കൺസിഡർ. ഓരോ ലൈനിലും 3.5 meter ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി അടുത്തത് കർബ്സ് മീൻസ് കാരേജ് വേ തന്നെ. ഇറ്റ് ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ പേയ്മെൻറ്റ് ആൻഡ് ഷോൾഡർ ഓർ ഫുട് പാത്ത്. കർബ് എന്ന് പറഞ്ഞാൽ കാരേജ് വേ അല്ല, മുമ്പത്തെ പ്രസൻറ്റേഷനിൽ പറഞ്ഞായിരിക്കില്ല. ഇറ്റ് ഈസ് ദ ബൗണ്ടറി ബിറ്റ്വീൻ പേയ്മെൻറ്റ് ആൻഡ് വണ്ടി പോകുന്ന സ്ഥലം ആൻഡ് ഓർ ഫുട് പാത്ത് തമ്മിലുള്ള ഒരു ബൗണ്ടറിയാണ്. കർബ്സ് മേ ബി ക്ലാസിഫൈഡ് 3 category ആസ് പെർ ഫംഗ്ഷൻ. 3 കാറ്റഗറി ഉണ്ട് ഫംഗ്ഷൻ. ക്ലാസ് 1 ഓർ ലോ കർബ്സ്, ഹൈറ്റ്സ് 7 to 8 centimeter അല്ലേ, 10 centimeter താഴെ 8 to 8 centimeter അതിന് ഹൈറ്റ് ഉണ്ടാവുള്ളൂ. വിച്ച് അലോ ദി ഡ്രൈവർ ടു എൻ്റർ ദി ഷോൾഡർ ഏരിയ വിത്ത് ലിറ്റിൽ ഡിഫിക്കൽറ്റി. ചെറിയ ഡിഫിക്കൽറ്റി, ഹമ്പൊക്കെ ചാടുന്ന ഡിഫിക്കൽറ്റിയിൽ ചാടാൻ പറ്റുന്ന ഇത്. ഇങ്ങനെയൊക്കെയുള്ള റോഡ് സൈഡിൽ ഉണ്ടാകുന്ന സാധനമാണ് കർബ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞായിരുന്നു. ക്ലാസ് 2 ഓർ ലോ സ്പീഡ് ബാരിയർ കർബ്സ് അല്ലേ. ഇറ്റ് പ്രിവെൻറ്റ്സ് ഹൈ സ്പീഡ് ഓഫ് വെഹിക്കിൾ ഓർ പാർക്കിംഗ് വെഹിക്കിൾ ടു ഫുട് പാത്ത്. ഹൈറ്റ് 15 to 20 centimeter ഒക്കെ ഉണ്ടാവും. ഇത് ഹൈ സ്പീഡ് ഓഫ് വെഹിക്കിൾ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഹൈറ്റ് 15 to 20 centimeter. ക്ലാസ് 3 ഓർ ഹൈ സ്പീഡ് ബാരിയർ കർവ്, ഹൈറ്റ് ഈസ് 25 to 45 centimeter. 1/2 meter അടുത്ത് തന്നെ അതിന് ഹൈറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു പ്രിവെൻറ്റ് വെഹിക്കിൾസ് ലീവിങ് ദി റോഡ് വേ. അതൊരു വെഹിക്കിളിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ളതിനാണ്. പ്രിവെൻറ്റ് വെഹിക്കിൾസ് ലീവിങ് ദി റോഡ് വേ പ്രിവെൻറ്റ് ചെയ്യാൻ സൈഡിൽ വെച്ച് അണ്ടർ എനി സർക്കംസ്റ്റാൻസ്. അതിലൂടെ ക്രോസ് ചെയ്ത് വണ്ടിക്ക് പോകാൻ പറ്റില്ല, കാരണം 1/2 meter അതിന് ഹൈറ്റ് ഉണ്ട്. ഫോർമേഷൻ വിഡ്ത്ത്, ഇറ്റ് ഈസ് ദ ടോപ്പ് ഓഫ് ദി റോഡ് എംപാക്ക്മെൻറ്റ് ഓർ ബോട്ടം വിഡ്ത്ത് ഓഫ് കട്ടിംഗ് ആൻഡ് ഈസ് ഈക്വൽ ടു ദി കാരേജ് വേ പ്ലസ് ദി വിഡ്ത്ത് ഓഫ് ഷോൾഡേഴ്സ് ഓൺ ഈതർ സൈഡ് ഓഫ് ദി കാരേജ് വേ.
ഈ പിക്ചറിൽ ഇതാണ് കാരേജ് വേ, ഇത് ഷോൾഡർ, ഇതാണ് ഷോൾഡർ, ഇത് നമ്മളെ റോഡാണ് ഈ ബ്ലാക്ക് കാണിച്ചിരിക്കുന്നത് അല്ലേ. It is the top width of the road embankment. Top width of the road embankment ആണ് carriage way അല്ലെ formation width. ഇത് രണ്ടും കൂടുന്നതാണ് ഫോർമേഷൻ വിഡ്ത്ത്. ഫോർമേഷൻ വിഡ്ത്ത് കണ്ടോ, ഷോൾഡറും കാരേജ് വേയും കൂടുന്നതാണ് നമ്മുടെ ഫോർമേഷൻ വിഡ്ത്ത് അല്ലേ. ആൻഡ് ഈസ് ഈക്വൽ ടു ദി കാരേജ് വേ പ്ലസ് ദി വിഡ്ത്ത് ഓഫ് ദി ഷോൾഡർ ഓൺ ഈതർ സൈഡ് ഓഫ് ദി കാരേജ് വേ. രണ്ട് ഷോൾഡറും ഒരു കാരേജ് വേയും കൂടുന്നതാണ് ഫോർമേഷൻ വിഡ്ത്ത്. റൈറ്റ് ഓഫ് വേ ഓർ ലാൻഡ് വിഡ്ത്ത്, ഏരിയ ഓഫ് ലാൻഡ് റിക്വയർഡ് ആൻഡ് റിസർവ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ഹൈവേ ഈസ് നോൺ ആസ് റൈറ്റ് ഓഫ് വേ. ഇതാണ് റൈറ്റ് ഓഫ് വേ, ഫുള്ള് വരുന്ന ഭാഗമാണ് ഇത്. ഇതാണ് റൈറ്റ് ഓഫ് വേ, ഫുള്ള് റോഡിന് വേണ്ടി കൺസിഡർ ചെയ്യുന്ന ഫുൾ പാർട്ടാണ് റൈറ്റ് ഓഫ് വേ. എ മിനിമം ലാൻഡ് വിഡ്ത്ത് ഹാസ് ബീൻ പ്രിസ്ക്രൈബ്ഡ് ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് റോഡ്. അങ്ങനെ ഓരോ നാഷണൽ ഹൈവേ അതിനൊക്കെ ഓരോരോ മിനിമം കാറ്റഗറി ഉണ്ട്. ഇറ്റ് ഈസ് ഡിസൈറബിൾ ടു അക്വയർ മോർ വിഡ്ത്ത് ഓഫ് ലാൻഡ് ഫോർ ദി ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ്. നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ തന്നെ മോർ വിഡ്ത്ത് അക്വയർ ചെയ്ത് വെക്കുന്നതല്ല, ഫോർ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഫോർ ആൻ ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ലൈൻസ്. അതിനുള്ള നമുക്ക് 4 വരെയൊക്കെ ആക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ കൂടുതൽ ലൈന് ആദ്യം തന്നെ പിടിച്ചു വെക്കുന്നതാണ് നല്ലത്. ഇതാണ് കാരേജ് വേ, ഇത് ഷോൾഡർ, ഇതും ഷോൾഡർ. ഇത് ടോട്ടൽ പറയുന്നതാണ് നമ്മുടെ ഫോർമേഷൻ വിഡ്ത്ത്. രണ്ട് ഷോൾഡറും ഒരു കാരേജ് വേയും കൂടുന്നതാണ് ഷോൾഡർ. പിന്നെ ഇത് മൊത്തം പറയുന്നതാണ് നമ്മൾ വിഡ്ത്ത് ഓഫ് വേ അല്ലേ. വിഡ്ത്ത് ഓഫ് വേ ഫുള്ള് റോഡ് അക്വയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഫുള്ള് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്കും അത് ഫുൾ അക്വയർ ചെയ്യുമ്പോൾ ഇത്രയും മാറും. ഇനി ഒരു ഇത് കൂടുതൽ ബോറോ പിറ്റ്സ്. In the case of embankment, the pits formed on temporary road land due to excavation of earth for road work are known as bore pits. In the case of embankment, the pits formed on temporary road land due to excavation of earth for road work are known as bore pits. ഇത് റോഡിന് വേണ്ടി എക്സ്കവേറ്റ് ചെയ്യുന്ന എർത്ത് ഉണ്ട്. റോഡിന് വേണ്ടി ടെമ്പററി ആയിട്ട് നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്ന എർത്ത് മണ്ണുണ്ടാവില്ല, ഫോർ റോഡ് വർക്ക് ആർ നോൺ ആസ് ബോറോ പിറ്റ്സ്. അപ്പോൾ അതാണ് ബോറോ പിറ്റ്സ്. ഇൻ കേസ് ഓഫ് റോഡ്സ് ഇൻ കട്ടിങ് ആൻഡ് ബാങ്കിങ് ഫോംഡ് ഡ്യൂ ടു ഡെപ്പോസിറ്റ് ഓഫ് സർപ്ലസ് എർത്ത് ഈസ് നോൺ ആസ് സ്പോയിൽ ബാങ്കിങ്. ബോറോ പിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡിന് വേണ്ടി മണ്ണെടുക്കുമ്പോൾ ഇൻ ദി കേസ് ഓഫ് എംബാങ്ക്മെൻറ്റ് ദി പിറ്റ്സ് ഫോംഡ് ഓൺ ടെമ്പററി റോഡ്, താൽക്കാലിക റോഡിൽ ഉണ്ടാകുന്ന പിറ്റ്സാണ് ഡ്യൂ ടു എക്സ്കവേഷൻ ഓഫ് എർത്ത്, കുഴിയാണ് ഡ്യൂ ടു എക്സ്കവേഷൻ ഓഫ് എർത്ത്, മണ്ണ് മാറ്റുന്നുണ്ട് ഫോർ റോഡ് വർക്കേഴ്സ് നോൺ ആസ് ബോറോ പിറ്റ്സ്. പിന്നെ സ്പോയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇൻ ദി കേസ് ഓഫ് റോഡ്സ് ഇൻ കട്ടിങ് ബാങ്കിങ് ഫോംഡ് ഡ്യൂ ടു ഡെപ്പോസിറ്റ് ഓഫ് സർപ്ലസ് എർത്ത് ഈസ് നോൺ ആസ്. ഈ മണ്ണൊക്കെ എടുത്ത് ഈ പിറ്റിൽ നിന്നുള്ള മണ്ണൊക്കെ എടുത്ത് ഇപ്പുറം ഇടും നമ്മൾ, ഈ വീട്ടിൽ നിന്നുള്ള മണ്ണൊക്കെ എടുത്ത് ഇപ്പുറം ഇടും. അതാണ് സ്പോയിൽ ബാങ്ക്. അവിടെ ഇങ്ങനെ കൂടിയ ഒരു ഇതായിട്ട് കിടക്കും, അതാണ് സ്പോയിൽ ബാങ്ക്. ബാങ്കിങ് ഫോം ഡ്യൂ ടു ഡെപ്പോസിറ്റ് ഓഫ് സർപ്ലസ് എർത്ത് ഈസ് നോൺ ആസ് സ്പോയിൽ ബാങ്ക്. മണ്ണ് മാറ്റിയിടുന്നതാണ് സ്പോയിൽ ബാങ്ക്. മണ്ണ് മാറ്റിയിടുന്നതാണ് സ്പോയിൽ ബാങ്ക്. ബോറോ പിറ്റ്സ് ആൻഡ് സ്പോയിൽ ബാങ്ക്സ് അല്ലേ. ബോറോ പിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോഡ് വർക്കിന് വേണ്ടി ഈ മണ്ണ് ഡ്രെയിനേജിനൊക്കെ വേണ്ടി മണ്ണ് എടുക്കുന്നത്, അതാണ് ബോറോ പിറ്റ്സ്. ദാറ്റ്സ് ഓൾ ഫോർ ദിസ് സെക്കൻഡ് മൊഡ്യൂൾ
in this presentation. Remaining portion we will discuss in next presentations. Thank you. All the very best.